ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യ അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടവാംസस्तनोभिर्व्यसेमदेवहितं यदायुः. स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति न पूषा विश्ववेदाः स्वस्ति नस्तार्क्ष्यो अरिष्टनेमि स्वस्ति नो बृहस्पतिर्दधातु. ओम शांति शांति शांति. ओम ओम ब्रह्मा देवानां प्रथमः संबभूव विश्वस्य कर्ता भुवनस्य गोप्ता स ब्रह्म विद्यां सर्वविद्या प्रतिष्ठाम् अथर्वाय ज्येष्ठपुत्राय प्राह अथर्वणेयां प्रवदेत ब्रह्मा अथर्वातां पुरोवाचाङ्गिरे ब्रह्मविद्यां स भारद्वाजाय सत्यवहाय प्राह भारद्वाजोऽङ्गिरसे परावराम् शौनको ह वै महाशालः अंगिरसं विधिवदुपसन्नपप्रच्छ कस्मिन्नु भगवो विज्ञाते सर्वमिदं विज्ञातं भवतीति. तस्मै स होवाच द्वे विद्ये वेदितव्ये इति हस्मयत् ब्रह्मविदो वदन्ति परा चैव परा च. तत्र परा ऋग्वेदो यजुर्वेदः सामवेदो अथर्ववेद शिक्षाकल्पो व्याकरणं निरुक्तं छन्दो ज्योतिषमिति. अध परा या तदक्षरमधिगम्यते यत्तदग्राह्यमगोत्रमवर्णमचक्षुश्रोत्रं ततपाणिपादं नित्यं विभुं सर्वगतं सुसूक्ष्मं तदव्ययं यद्भूतयोनिं परिपश्यन्ति धीराः. यथोर्ननाभिसृजते गृह्णते च यथा पृथिव्यामोषधयः सम्भवन्ति यथा सतः पुरुषात् केशलोमानि तथाक्षराः सम्भवति ह विश्वम्. तपसा चीयते ब्रह्म ततोऽन्नमभिजायते अन्नात् प्राणो मनः सत्यं लोकाकर्मसु चामृतं. यः सर्वज्ञः सर्वविद् यस्य ज्ञानमयं तपः तस्मादेतद्ब्रह्म नामरूपमन्नं च जायते. तदेतत्सत्यं मन्त्रेषु कर्माणि कवयो यान्यपश्यन् बहुधा सन्ततानि तान्याचरथ नियतं सत्यकामाः. एष वः पन्था सुकृतस्य लोके यदा लेलायते ह्यर्चि समिद्धे हव्यवाहने तदाज्यभागावन्तरेणाहुति प्रतिपादयेत्. यस्याग्निहोत्रमदर्शमपौर्णमासमचादुर्मास्यम् अनाग्रयणमतिथिवर्जितं च आहुतमवैश्वदेवमविधिनाहुतम्
ആ സപ്തമാംസ്തസ്യ ലോകാൻ ഹിനസ്തി കാളി കരാളി ച മനോജവാച യാ ച സുധൂമ്രവർണ സ്ഫുലിംഗിനി വിശ്വരുചി ച ദേവി ലേലായമാന ഇതി സപ്തജിഹ്വാഃ ഏതേഷു യശ്ചരത്തെ ഭ്രാജമാനേഷു യഥാ കാലം ചാഹുതയോ ഹ്യാദദായൻ തം നയന്ത്യേതാ സൂര്യസ്യ രശ്മയോ യത്ര ദേവാനാം പതിരേകോധിവാസഃ ഏഹേഹീതി തമാഹുതയ സൂര്യസ്യ രശ്മിഭിർയജമാനം വഹന്തി വാചമഭിവദന്ത്യോർച്ചയന്ത്യഃ ഏഷ വ പുണ്യഃ സുകൃതോ ബ്രഹ്മലോകഃ പ്ലവാഹ്യേതേ അദൃഢാ യജ്ഞരൂപാഃ അഷ്ടാദശോക്തമവരം യേഷു കർമ്മ ഏതശ്രേയോ യേഭിനന്ദന്തി മൂഢാഃ ജരാമൃത്യും പുനരാഗപയന്തി അവിദ്യായാമന്തരേ വർത്തമാനാഃ സ്വയം ധീരാ പണ്ഡിതം മന്യമാനാഃ ദന്മനാ പര്യന്തി മൂഢാഃ അന്ധേനൈവ നിയമാനാ യഥാന്ധാഃ അവിദ്യായാം ബഹുധാ വർത്തമാനാഃ വയം കൃതാർത്ഥാ ഇത്യഭിമന്യന്തി ബാലാഃ യത്കർമ്മിണോ ന പ്രവേദയന്തി രാഗാദ് തേനാതുരാക്ഷീണലോകാശ്ച്യവന്തേ ഇഷ്ടാപൂർത്തം മന്യമാനാ വരിഷ്ഠം നാന്യശ്രേയോ വേദയന്തേ പ്രമൂഢാഃ നാകസ്യ പൃഷ്ഠേ തേ സുകൃതേനു ഭൂത്വാ ഇമം ലോകം ഹീനതരം വാ വിശന്തി തപശ്രദ്ധേയേ ഹ്യുപവസന്ത്യരണ്യേ ശാന്താ വിദ്വാംസോ ഭൈക്ഷ്യചര്യാം ചരന്തഃ സൂര്യദ്വാരേണ തേ വിരജാ പ്രയാന്തി യത്രാമൃതഃ സ പുരുഷോ ഹ്യവ്യയാത്മാ പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദമായാത് നാസ്ത്യകൃതകൃതേന തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത് സമിത്പാണിഃ ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. ഇതിൽ നമ്മൾ ഈ രണ്ട് ഖണ്ഡങ്ങളിലും ഇനി വരാൻ പോകുന്ന ഖണ്ഡങ്ങളിലൊക്കെ തന്നെ പദ്യാത്മകവും ഗദ്യാത്മകവും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഗദ്യാത്മകമായത് നമ്മളിങ്ങനെ വരിതിരിച്ചെഴുതുമ്പം ചിലരിത് പദ്യാന്ന് വിചാരിക്കും. പദ്യാന്ന് വിചാരിച്ചാൽ തെറ്റി, പദ്യമല്ല, ഇതൊക്കെ ഗദ്യങ്ങളാണ്. അപ്പോഴാണ് നമ്മൾ തെറ്റണത് വായിക്കുമ്പോൾ. ശരി, ഇവിടെ പ്രധാനമായിട്ട് എന്തറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായിത്തീരും എന്ന ചോദ്യം, അതിന് മറുപടിയായിട്ട് രണ്ട് വിദ്യകൾ അറിയപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന ഗുരുവിൻ്റെ മറുപടി. ഏതെങ്കിലും ഒന്ന് മതി, പരമാത്രം മതി, ആത്മജ്ഞാനം മാത്രം മതി എന്ന് പറഞ്ഞില്ല, ഭൂതഭൗതിക ജ്ഞാനം മാത്രം മതി എന്നും പറഞ്ഞില്ല. ഇത് രണ്ടും വേണം. അപ്പോഴേ വിദ്യ സമ്പൂർണമാകൂ, സമഗ്രമാകൂ. അറിയപ്പെടുന്നതിനെക്കുറിച്ചും അറിയുന്നവനെക്കുറിച്ചും. അത് കഴിഞ്ഞ് നമ്മുടെ സമ്പൂർണ്ണ വൈദിക ശാസ്ത്രങ്ങളെയും പേരെടുത്ത് പറഞ്ഞ് അല്ലാത്തവയെ സൂചിപ്പിച്ച് അതൊക്കെ അപരാവിദ്യയാണെന്ന് പറഞ്ഞു. പരാവിദ്യ അക്ഷര പ്രാപ്തി, അക്ഷര സാക്ഷാത്കാരം മാത്രമാണെന്നും പറഞ്ഞു. എന്നിട്ടാണ് ആ അക്ഷരത്തെ വർണ്ണിച്ചത്. അക്ഷരം വിശ്വയോനിയാണ്, ഭൂതയോനിയാണ്. പിന്നീട് അതിനെ വിസ്തൃതമായി പ്രതിപാദിച്ചു. അക്ഷരം എങ്ങനെ ഭേദം വരാതെ തന്നെ സകലവുമായി കാണപ്പെടുന്നു.
തുടർന്ന് അപരാവിദ്യയിലൂടെ പ്രാപിക്കാവുന്ന പരമമായ പ്രാപ്തി, ബ്രഹ്മലോക പര്യന്തമുള്ള ഗതി പറഞ്ഞു. ആ ബ്രഹ്മലോക ഗതി രണ്ട് കൂട്ടർക്ക് പറഞ്ഞു. ഒന്ന്, ശ്രദ്ധയോടുകൂടി ധർമാനുസൃതം വൈദിക കർമ്മങ്ങളെ ആചരിക്കുന്നവർക്ക്. രണ്ട്, അത്യുത്കടമായ വൈരാഗ്യവും ജ്ഞാനവും തപോനിഷ്ഠയും ശ്രദ്ധയും എല്ലാം ഒത്തുചേർന്നവർക്ക്, ഉപാസകന്മാർക്ക്, അഥവാ തത്വജ്ഞാനികൾക്കെന്നും പറയാം. വിദ്വാംസഹ എന്നവിടെ പറഞ്ഞതുകൊണ്ട്. പക്ഷെ അതേ സമയത്ത് അവർ വിജ്ഞാനികളാണെന്ന് അർത്ഥമില്ല. ഇങ്ങനെ ബ്രഹ്മലോകത്തെ വർണ്ണിച്ച ശേഷമാണ് ഉപനിഷത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ലോകങ്ങളെ പരീക്ഷിച്ച്, ഏത് ലോകങ്ങളെ? ലോകങ്ങൾ അനുഭവമണ്ഡലങ്ങൾ. അപ്പം നമ്മുടെ അനുഭവമണ്ഡലങ്ങൾ നമ്മുടെ കർമ്മങ്ങളിലൂടെ സഞ്ചയിക്കപ്പെടുന്നതാണ്. നമ്മുടെ കർമ്മങ്ങളിലൂടെ സഞ്ചയിക്കപ്പെടുന്ന സകല ലോകങ്ങളെയും പരീക്ഷിച്ചിട്ട്, നല്ലപോലെ നിരീക്ഷിച്ചിട്ട്, ഗുണദോഷ വിചാരം ചെയ്തിട്ട് അനേക വശങ്ങളിൽ നിന്ന് പഠിക്കണം. ഒരേ വസ്തുവെ പല കോണുകളിൽ നിന്ന് പഠിക്കണം. ഒരു ദൃഷ്ടിയിൽ നോക്കുന്നതല്ല മറ്റൊരു ദൃഷ്ടിയിൽ. ഒരേ വിഷയത്തിൻ്റെ നാനാദൃഷ്ടികളിലൂടെ നോക്കി അപഗ്രഥിച്ച്, അങ്ങനെ ലോകങ്ങളെ അനുഭവമണ്ഡലങ്ങളെ പഠിച്ചാൽ ഒരു സംശയവുമില്ല, വേദജ്ഞന് പണ്ഡിതന് നിർവേദം വരും, വൈരാഗ്യം വരും. എന്താണ് വൈരാഗ്യത്തിൻ്റെ സ്വരൂപം? അത് പറഞ്ഞു, നാസ്തി അകൃതഃ കൃതേന. ചെയ്തതിനെ കൊണ്ട് ചെയ്യപ്പെടാത്തത് ലഭിക്കില്ല. അപ്പം ലൗകികമായി ബ്രഹ്മലോക പര്യന്തമുള്ള എല്ലാം ചെയ്ത് നേടേണ്ടതാണ്. ഈ ലോകത്തിലെ പദവികൾ, സുഖങ്ങൾ, ദുഃഖങ്ങൾ, മാനാപമാനങ്ങൾ എന്ന് വേണ്ട. അതുപോലെ പിതൃലോകം, ദേവലോകം, സ്വർഗലോകം എല്ലാം ചെയ്ത് നേടേണ്ടതാണ്. ചെയ്ത് നേടേണ്ടത് ചെയ്തിയിലൂടെ ലഭിക്കും, സംശയമില്ല. എന്നാൽ കൃതിസാധ്യമല്ലാത്ത അകൃതമായ, അകൃതം നിത്യമായതിനെ ഒരിക്കലും അനിത്യങ്ങളായ കർമ്മങ്ങളെ കൊണ്ട് പ്രാപിക്കാൻ കഴിയില്ല. ഇതാണ് വിരക്തിയുടെ, വൈരാഗ്യത്തിൻ്റെ സ്വരൂപം. നാസ്തി അകൃത കൃതേന. ഇത് തന്നെ വേറൊരു ഭാഷയിൽ ഉപനിഷത്ത് വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, നഹ്യധ്രുവൈഹി പ്രാപ്യതേ ഹി ധ്രുവം തത്. നിത്യമായത് അനിത്യങ്ങളായവയെ കൊണ്ട് നേടാൻ കഴിയില്ല. ഇപ്പോൾ കഠോപനിഷത്തിലെ പ്രസിദ്ധമായ നഹ്യധ്രുവൈഹി പ്രാപ്യതേ ഹി ധ്രുവം തത് എന്നുള്ളതും മുണ്ടകോപനിഷത്ത് പ്രസിദ്ധമായ നാസ്തി അകൃതകൃതേന എന്നുള്ളത് ഒരേ അർത്ഥമാണ്, ഒറ്റ അർത്ഥമാണ്. ഇതാണ് വൈരാഗ്യത്തിൻ്റെ സ്വരൂപം. അപ്പം പിന്നെ സംശയമായി, എങ്കിൽ ആ അക്ഷരത്തെ ഞാൻ എങ്ങനെ അറിയും? അകൃതമായ നിത്യമായത് എങ്ങനെ അറിയും? അറിയില്ല എന്ന് പറഞ്ഞാൽ ശാസ്ത്രം വ്യർത്ഥമാണ്. ഇനി എന്താണ് ആ അറിവ്? അതും കൂടി മനസ്സിലാക്കണം. കാരണം ഇതര വിഷയങ്ങളെ അറിയുന്നത് പോലെ അറിയുന്നവൻ അറിയപ്പെടുന്നത് അറിവെന്ന ത്രിപുടിയോട് കൂടിയതാണെങ്കിൽ അത് ക്ഷരമാണ്, അക്ഷരമല്ല. അപ്പം അത് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാനുണ്ട്. അതിപ്പം ചർച്ച ചെയ്യുന്നില്ല. ഇപ്പം ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോഴാണ് പറയുന്നത് തദ്വിജ്ഞാനാർത്ഥം. ആ അക്ഷരത്തെ സാക്ഷാത്കരിക്കുന്നതിനായിക്കൊണ്ട് സഹ അവൻ, ആര്? വിരക്തൻ, ലോകങ്ങളെ പരീക്ഷിച്ചവൻ. അല്ലാണ്ട് വെറുതെ ഓടിച്ചാടി പോകാൻ പറഞ്ഞിട്ടില്ല. പരീക്ഷിച്ചറിയണം. ആ പരീക്ഷിച്ചറിയാൻ എത്ര ജന്മങ്ങൾ കഴിയേണ്ടി വരും അറിയില്ല. 100 വയസ്സായാലും കുമാരഭാവത്തിൽ കഴിയുന്നവരുണ്ടാവാം.
3 വയസ്സിൽ വിരക്തന്മാരായവരുണ്ടാവാം. നമുക്ക് പുറമേ നിന്ന് നോക്കിയിട്ട് വിലയിരുത്താൻ പറ്റില്ല. സ്ഥൂല ശരീരത്തിന് 3 വയസ്സേ ആയിട്ടുണ്ടാവുള്ളൂ, പക്ഷേ വിരക്തനായിരിക്കാം. മറ്റേയാൾക്ക് 100 കൊല്ലത്തെ അനുഭവങ്ങൾ ഉണ്ടാവും, പക്ഷേ ഇപ്പോഴും കുമാരനായിരിക്കും. അത് പുറമേ നിന്ന് നമുക്ക് നിരൂപണം ചെയ്ത് അറിയില്ല. എന്തായാലും ഉള്ളുകൊണ്ട് ഒരാൾ ശരിയായ വിരക്തിയെ പ്രാപിച്ചാൽ തദ്വിജ്ഞാനാർത്ഥം സഹ, ആ വിരക്തൻ ഗുരും അഭിഗച്ഛേദേവ, ഗുരുവെ പ്രാപിക്കുക തന്നെ വേണം. അവിടെ എന്തിനാ ഏവ പറഞ്ഞത്? നൈഷാ തർക്കേണ മതിരാപനേയ, ഈ ആത്മജ്ഞാനം തർക്കം കൊണ്ട് നേടാവുന്നതല്ല. കൂട്ടുകാരോ സമാനന്മാരോ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് തർക്കവിതർക്കങ്ങളിലൂടെ അതല്ലേ ബ്രഹ്മം ഇതല്ലേ ബ്രഹ്മം എന്നിങ്ങനെയുള്ള ചോദ്യോത്തരങ്ങളിലൂടെയൊന്നും സാക്ഷാത്കരിക്കാൻ കഴിയുന്നതല്ല. മറിച്ച് ഗുരുവിലൂടെ തന്നെ ഗ്രഹിക്കേണ്ടതാകും. അതുകൊണ്ട് ഗുരുവെ പ്രാപിക്കുക തന്നെ വേണം. ഇനി ഏവ ഇപ്പുറത്തേക്ക് ഇട്ടാൽ ഗുരും ഏവ അഭിഗച്ഛേത്, ഗുരുവെ തന്നെ പ്രാപിക്കണം. അത് കുറച്ച് വിഷമമുള്ള ഇടപാടാണ്. ഗുരുവെ തന്നെ പ്രാപിക്കണം എന്നാണ്. ഗുരുവെ പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ അത്ര വിഷമമില്ല. കാരണം ഗുരുവെ ഞാൻ പ്രാപിച്ചിരിക്കുന്നു പറഞ്ഞാൽ മതി. പക്ഷെ ഗുരുവെ തന്നെ പ്രാപിക്കണം എന്ന് പറയുമ്പോൾ ഗുരുവെ നമ്മൾ തിരിച്ചറിയണം. ഗുരുവെ തന്നെ. കാരണം ലഘുവാണോ ഗുരുവാണോ എന്ന് എങ്ങനെ അറിയും? ഇത് വലിയ പ്രശ്നമുള്ള വിഷയമാണ്. പൊതുവെ ലോകത്തിൽ ഗുരു പേരിനെ കൊണ്ടോ പ്രശസ്തിയെ കൊണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും അറിയപ്പെടുക. അല്ലെങ്കിൽ ശിഷ്യസമ്പത്തിൻ്റെ വൈപുല്യത്താലായിരിക്കും അറിയപ്പെടുക, അല്ലെങ്കിൽ എഴുതിയ പുസ്തകങ്ങളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാവും. ഇങ്ങനെയൊക്കെയാണ് പൊതുവെ ലോകത്തിൽ പതിവ്. അതെല്ലാം ബാഹ്യങ്ങൾ മാത്രമാണ്. അതൊന്നും ഗുരുവിൻ്റെ ആന്തരിക ലക്ഷണമല്ല. അതൊന്നും വിജ്ഞാനിയുടെ ആന്തരിക ലക്ഷണമല്ല. അപ്പോൾ നമ്മൾ അവിടെ വേറൊരു പ്രശ്നം വരുന്നുണ്ട്. ശരി സ്വാമി, ഞാൻ ഗുരുവെന്ന് വിചാരിച്ച് കണക്കാക്കി, പക്ഷെ പിന്നീട് ലഘുവാണെന്ന് മനസ്സിലായി. അപ്പോഴോ ഒരു പ്രശ്നമില്ല. ഗുരുഗീതയിൽ വ്യക്തമായിട്ട് ഇതിന് മറുപടി പറയുന്നുണ്ട്. ഗുരുഗീത എന്ന് പറഞ്ഞാൽ ഗുരുഗീതയുടെ ചില ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഈ കൂട്ടത്തിൽ ഗുരുബ്രഹ്മ ഗുരു വിഷ്ണു അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം ഏന, അതൊക്കെ ഗുരുഗീതയിലുള്ളതാണ്. ഈ ഗുരുഗീത സ്കന്ദപുരാണത്തിൻ്റെ ഭാഗമാണ്. സ്കന്ദപുരാണത്തിലാണുള്ളത്. അവിടെ പറയുന്നുണ്ട്, എപ്രകാരമാണോ ഒരു തേനീച്ചയോ ചിത്രശലഭമോ തേൻ തേടി ഒരു പുഷ്പത്തിൽ നിന്ന് മറ്റൊരു പുഷ്പത്തിലേക്ക് പോകുന്നത്, അതുപോലെ ഗുരുവിൽ നിന്ന് ഗുരുവിലേക്ക് പോകാം എന്ന്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം തേനീച്ച അഥവാ ചിത്രശലഭം ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് തേൻ തേടി പോകുന്നത് പോലെ ഗുരുവിൽ നിന്ന് ഗുരുവിലേക്ക് പോകാം. കാരണം ഇത് പൊതുവേ നമുക്കൊരു സംശയമാണ്. ഒരാളെ ഗുരുവായി സ്വീകരിച്ചു, ഇനി എന്ത് ചെയ്യും? ഇത് ഗുരുവല്ലാന്ന് മനസ്സിലായി, ഇത് ലഘുവാണെന്ന് മനസ്സിലായി, ആദ്യം അറിഞ്ഞിരുന്നില്ല. എപ്പോഴാണ് ഒരു തേനീച്ച അഥവാ ഒരു ചിത്രശലഭം അഥവാ ഒരു വണ്ട് ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് തേൻ തേടി പോകുന്നത്? ഒന്ന്, ആ പൂവിൽ തേൻ കഴിഞ്ഞു. രണ്ട്, അതിൽ ആദ്യമേ തേൻ ഉണ്ടായിരുന്നില്ല, തേനുണ്ടെന്ന് ഞാൻ വിചാരിച്ചതാണ്. മൂന്ന്, അതിൽ തേനുണ്ട്, പക്ഷെ എനിക്കെടുക്കാൻ കഴിയില്ല. അങ്ങനെ വരാം.
തൻ്റെ കഴിവുകേടാണ്. അല്ലേ? താമരപ്പൂവിലെ തേന് വണ്ട് സുഖമായിട്ട് കഴിക്കും. പക്ഷേ ചെമ്പരത്തിപ്പൂവിലെ തേന് വണ്ടിന് ഉണ്ണാൻ പറ്റില്ല. അഥവാ വാഴപ്പൂവിലെ തേന് വണ്ടിന് പറ്റില്ല. വാഴപ്പൂവിലെ തേൻ ഏറ്റവും അധികം കഴിക്കുന്നത് വവ്വാലും ചെറിയ പക്ഷികളൊക്കെയാണ്. ചെറിയ പക്ഷികൾ. കാരണം അങ്ങനെയാണ് അതിൻ്റെ ഘടന. നീണ്ട കൊക്കുണ്ടെങ്കിലേ സാധിക്കുള്ളൂ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട്. അപ്പോൾ ഓരോന്നിനും ഓരോന്നുണ്ട്. അപ്പോൾ അവിടെ തേനില്ലെന്നർത്ഥമില്ല. ഞാൻ ഗുരുവെന്ന് വിചാരിച്ചു പോയി, അയാൾ ഗുരുവൊന്നും അല്ല എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് അവിടുന്ന് എടുക്കാൻ കഴിയില്ല. 2 അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ തീർന്നു പോയി. അങ്ങനെയാവാം. 3 അവിടെ ഉണ്ടെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചതാണ്. അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് ഒന്നുമില്ല. മിക്കവാറും ഈ ആധ്യാത്മിക പ്രഭാഷകർ ഈ വകുപ്പായിരിക്കും. ഒരു 2 വെടിക്കുള്ള സാധനം ഉണ്ടാവും. ഈ 2 വെടി കൊണ്ടാണ് അവർ 1,00,000 വെടി വെക്കുന്നത്. അങ്ങനെ 2 വെടി കൊണ്ട് 1,00,000 വെടി വെക്കുക? 2 വെടി കൊണ്ട് 50,000 സ്ഥലത്ത് പോയ 1,00,000 വെടിയായി. പിന്നെ സംശയ നിവാരണം അനുവദിക്കാനും പാടില്ല. എന്നാൽ കുഴപ്പമില്ല. സംശയ നിവാരണം അനുവദിച്ചാൽ എന്തൊക്കെയാ ചോദിക്കുക എന്ന് കണക്കില്ല. അപ്പം നമ്മൾ ഗുരുവാന്ന് വിചാരിച്ചു പോയി. പിന്നെ മനസ്സിലായി ലഘുവാണെന്ന്. അപ്പം ചുരുക്കി പറഞ്ഞാൽ, തനിക്ക് എടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവിടെ തേനില്ലെങ്കിൽ, അവിടെ ഉണ്ടായിരുന്നു തീർന്നു പോയി, ആ സ്ഥിതിയിൽ നമുക്ക് മറ്റൊരു പൂവിലേക്ക് പോക്കാം. അല്ലാതെ വയ്യ. അല്ലാതെ പോവില്ല. വയ്യാന്നല്ല, പോവില്ല. ശരി. ആത്യന്തികമായിട്ട് 2 ഇല്ലല്ലോ. ആത്യന്തികമായിട്ട് 1 ഉള്ളൂ. ആത്യന്തികമായിട്ട് അറിവുണ്ടോ? ആത്യന്തികമായിട്ട് 1 ഉള്ളൂ എന്ന് ആദ്യം പറഞ്ഞു. രണ്ടാമത് ചോദിക്കുകയാണ്, ആത്യന്തികമായിട്ട് അറിവുണ്ടോ? അവിടെ അറിവ് അറിയപ്പെടുന്നവെന്നുള്ള ഭേദമില്ലാത്ത കാലത്തോളം ഉണ്മ മാത്രമേ ഉള്ളൂ. അതിനെ നമ്മൾ അറിയിക്കാൻ വിശേഷിപ്പിക്കുകയാണ് ചിത്ത്, സത്ത്, ആനന്ദം എന്നൊക്കെ. എന്ത് സത്ത്, എന്ത് ചിത്ത്, ആനന്ദം? അത് വിലയിക്കുന്നവരേ ഉള്ളൂ. വിലയിച്ച് ഏകീഭവിച്ചാൽ എന്ത് സത്ത്, എന്ത് ചിത്ത്, എന്ത് ആനന്ദം? ശരി. അപ്പോൾ സ ഗുരുമേവാഭിഗച്ഛേത്, ഗുരും ഏവ അഭിഗച്ഛേത്. ലഘുവെ പ്രാപിച്ചാൽ പോരാ, ഗുരുവെ തന്നെ പ്രാപിക്കണം. 1. 2, ഗുരുവെ പ്രാപിക്കുക തന്നെ വേണം. അല്ലാണ്ട് നിങ്ങൾ കൂട്ടുകാരിരുന്ന് സംസാരിക്കുകയോ തർക്കവിതർക്കം ചെയ്യുകയോ സ്വന്തം കൽപ്പനകൾ മെനഞ്ഞെടുക്കുകയോ ചെയ്താൽ പോരാ എന്നർത്ഥം. ഇത്രയും അർത്ഥം വന്നു. ഗുരു ശബ്ദം നമ്മൾ ഇന്നലെ സാമാന്യം ചിന്തിച്ചിട്ടുണ്ട്. അന്ധകാരത്തെ നീക്കുന്നവനാണ് ഗുരു. ഗും രാവയതീതി ഗുരു. അഥവാ ഗൃണ് വ്യക്തായാം വാചി എന്നുള്ള ധാതു അനുസരിച്ച് വ്യക്തമായി ഉപദേശിക്കുന്നവനാരോ അവൻ ഗുരു. അപ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ വ്യക്തമായി ഉപദേശിക്കുന്നതിലൂടെ അജ്ഞാനാന്ധകാരത്തെ നീക്കുന്നവനാരോ അവൻ ഗുരു. ആരാ വ്യക്തമായി ഉപദേശിക്കുന്നേ? സ്വാനുഭൂതി സമ്പന്നനാണ്. അനുഭൂതി സമ്പന്നന് മാത്രമേ വ്യക്തമായി പറയാൻ കഴിയൂ. അല്ലാത്ത ആൾക്ക് വ്യക്തമായി പറയാൻ കഴിയില്ല. അനുഭൂതി സമ്പന്നൻ വ്യക്തമായി പറയും എന്നുറപ്പില്ല. മനസ്സിലായില്ല? അനുഭൂതി സമ്പന്നൻ വ്യക്തമായി പറയും എന്നുറപ്പില്ല. വ്യക്തമായി പറയുന്നത് അനുഭൂതി സമ്പന്നനാവുന്നേ ഉറപ്പുള്ളൂ. രണ്ടും രണ്ടാ. മനസ്സിലായില്ല? അനുഭൂതി സമ്പന്നൻ വ്യക്തമായി പറയുന്ന ഒരു നിയമവും ഇല്ല. പിശാചവത്
ബാലവത്, ഉന്മത്തവത്, മൂർഖവത് ഒക്കെ അവൻ ചേഷ്ടിക്കാം. പണ്ഡിതവത്, അവൻ പണ്ഡിതവത് ചേഷ്ടിക്കുന്നുണ്ടെങ്കിൽ പറയും. അവൻ മൂർഖവതാണ് ചേഷ്ടിക്കുന്നതെങ്കിൽ എനിക്കറിയില്ലല്ലോ എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. ഉന്മത്തവതാണെങ്കിൽ അവൻ എറിഞ്ഞോടിക്കും നമ്മളെ. എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. എറിഞ്ഞോടിക്കാൽ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഒരാൾ തന്നെ ഈ ഭാവങ്ങളൊക്കെ പ്രാപിക്കാം. ഒരാളോട് ഒരു മാതിരി, വേറൊരാളുടെ വേറെ മാതിരി, അങ്ങനെ ആവാം. ഇതൊന്നും നമ്മൾ ഇത്ര ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് രണ്ട് പരിധി വെച്ച് അതിനുള്ളിൽ ഒതുക്കാൻ പറ്റില്ല. നമുക്ക് ആരുടെയും അറിവിനെ തൂക്കാനോ അളക്കാനോ സാധ്യമല്ല. നമ്മൾ കണ്ടതിൽ വെച്ച് ഇന്നാളാണ് ഏറ്റവും അറിവുള്ള ആൾ, ഇന്നാൾ അറിവ് കുറഞ്ഞ ആളാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ ശ്രമിച്ചാൽ തന്നെ തെറ്റാണ്. എങ്കിലും ചിലരുടെ ബന്ധത്തിൽ നമുക്കൊരു ഒരു ഒരു ധാരണ ഉണ്ടാവുമല്ലോ, ഇല്ലേ? ചിലരുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കൊരു ധാരണ ഉണ്ടാവും. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ പറയട്ടെ, ഞാൻ കണ്ടതിൽ വെച്ച് അല്ലെങ്കിൽ ബന്ധപ്പെട്ടതിൽ വെച്ച് വലിയൊരു അറിവിൻ്റെ നിധിയായിരുന്നത് ഒരമ്മ ഉണ്ടായിരുന്നു. ആ അമ്മ ലോകദൃഷ്ടിയിൽ ഭ്രാന്തിയാണ്. ലോകദൃഷ്ടിയിൽ ഒരു ഗുഹയിലാണ് താമസിക്കുന്നത്. ആ ഗുഹയുടെ പുറത്ത് ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുകയാണ് കല്ല്, ബർണർ എറിയാൻ വേണ്ടിയിട്ട്. വരുന്നവർ നല്ല ഏറാണ്, ചെറിയ ഏറൊന്നും അവർ ആ ഭാഗത്തേക്ക് നിൽക്കില്ല. പക്ഷെ ഞാൻ പോയി എന്നെ എറിഞ്ഞിട്ടില്ല. അത് സ്വാമി ചിദാനന്ദപുരിയൊന്നും അല്ല, വളരെ ചെറുപ്പമാണ്. ആ അമ്മ പറഞ്ഞിട്ടാണ് നമ്മൾ വെള്ളവസ്ത്രം കാവി മുക്കി ഉടുത്തത് ജീവിതത്തിൽ. അപ്പോൾ ഗുരുനാഥൻ സന്യാസം തരാതെ കാവി ഉടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊരു നേരമാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്തോ, കാവി കളർ മുക്കിക്കോന്നോ. കാവി കളർ മുക്കി ഉടുത്തോന്നോ. ചിലർക്ക് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവില്ല. കാവി മണ്ണാണ്, കാവി കളറല്ല. ഇത് മണ്ണാണ്. അപ്പോൾ കളർ എടുത്തോളൂ, അതിന് കുഴപ്പമില്ല. അങ്ങനെ എല്ലാം കൂടി കയ്യിലുള്ള ചില്ലാനൊക്കെ നോക്കി കടയിൽ പോയി കുറച്ച് കളർ മേടിച്ച് കൊണ്ടുവന്ന് ആ അമ്മയുടെ അടുത്തുനിന്നൊരു പാത്രം എടുത്ത് സമുദ്രത്തിൽ പോയി വെള്ളം എടുത്ത് അതിൽ കളറും കലക്കി. അപ്പോൾ നല്ല ഉപ്പ് വെള്ളമാണല്ലോ, ഉപ്പ് വെള്ളത്തിൽ കലക്കി ഉള്ള വസ്ത്രം ഒരു 4 വസ്ത്രമുണ്ട്. 2 പുതയ്ക്കാനും 2 ഉടുക്കാനും, അതേ ഉള്ളൂ. അത് കാവി മുക്കി അങ്ങനെ സ്വയം ഞാൻ സന്യാസിയാണെന്ന് പ്രതിജ്ഞ ചെയ്തു. അതെ, അവിടുന്ന് മന്ത്രമൊക്കെ ചൊല്ലി, സന്യാസ മന്ത്രമൊക്കെ ചൊല്ലി. ഒന്നും കഥയല്ല, ഉള്ള പോലെ പറയുക. ഭൂസന്യസ്തം മയ, ഭുവസന്യസ്തം മയ, സുവഹ സന്യസ്തം മയ, ഭൂർഭുവസ്വഹ സർവം സന്യസ്തം മയ. കഴിഞ്ഞു, എടുത്തു. ഹോമമൊന്നുമില്ല. ഹോമ ചെയ്യേണ്ടവർ ചെയ്തോട്ടെ, ഇവിടെ എന്ത് വേണം. പേര് ഇട്ടു. എന്താ പേര് അറിയില്ല, പേരിട്ടു. പേരിട്ടു. എനിക്ക് ഞാൻ തന്നെ പേരിട്ടു. അങ്ങനെയാണ് പോയത്. അതെങ്ങനെയാ? അത് ദീക്ഷാ സമയത്ത് ഗുരുനാഥൻ തരുന്നതല്ല. അന്ന് പേര് സ്വാമി രാമകൃഷ്ണദാസ് എന്ന് പേരിട്ടു. കാരണം ശ്രീരാമകൃഷ്ണദേവനാണ് ഒരു മാതൃകാ പുരുഷൻ. ശ്രീരാമകൃഷ്ണദേവനാണ് ആരാധ്യമൂർത്തി. അതിപ്പോൾ ശങ്കരഭാഷ്യം വന്ന് ശങ്കരാചാര്യർ വന്നിട്ടൊന്നും അത് പോയിട്ടില്ല. അങ്ങനെയാണ് അന്നത്തെ ഒരു ജീവിതം. അപ്പം ആ അമ്മ ലോകരുടെ ദൃഷ്ടിയിൽ എന്താണ്? ഭ്രാന്തി. വരുന്നവരെ സ്വീകരിക്കാനാ കല്ല് വെച്ചിട്ടുള്ളത്.
അതൊന്നും കഥ പറയല്ല. പക്ഷേ അല്ലല്ല, അയ്യമ്മയൊന്നുമല്ല, ഗോകർണത്താണ്. വലിയ തപസ്യായിരുന്നു, വലിയ തപസ്യ, വലിയൊരു തപസ്യ. അയ്യോ, നമ്മൾ കാണുന്ന സമയത്ത് എന്തായാലും അമ്മയ്ക്കൊരു 85 വയസ്സൊക്കെ ഉണ്ടാവും ആ കാലത്ത് തന്നെ. അത് കണ്ടില്ലേ? നമ്മൾ പോയി കണ്ടില്ല? ആ, ആശ്രമത്തിൽ പലരും പോയി കണ്ടിട്ടുണ്ട്. ആ, അത് പിന്നെ ആ, അമ്മ ശരിക്കും ഈ പ്രദേശത്ത് നിന്ന് പോയതാണ്. ഈ പ്രദേശം വെച്ചാൽ പാലക്കാട് ജില്ല. പാലക്കാട് ജില്ല അന്നില്ല, ഈ പ്രദേശം. അതായത് നമ്മളൊരു 85 വയസ്സ്, പിന്നെ അമ്മ ഒരു 90-92 വയസ്സായിട്ടുണ്ട് ശരീരം പോകുമ്പോൾ. ആ ആ 85 വയസ്സിൽ തന്നെ ഒരു നല്ലൊരു സുന്ദരിയാണ്. അപ്പോൾ അവർ ചെറുപ്പത്തിൽ എന്തായിരിക്കും അവരുടെ ശരീരം നമുക്ക് ഊഹിച്ചാലറിയാം. എന്നാൽ 28 വയസ്സോ മറ്റോ ഉള്ളപ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടപ്പെട്ടതാണ്. ആ കാലത്തെ ആചാരം അങ്ങനെയാണ്. അപ്പം നമുക്ക് പതി പത്നി ഒഴിവാക്കി ഭർത്താവ് എന്നുള്ള പേര് പറയാം. ഭർത്താവ് മരിച്ചാൽ ഭാര്യ തലയിൽ മുണ്ടിട്ട് ഇറങ്ങിക്കൊള്ളും. നല്ല കാലത്തിന് കുട്ടികളുണ്ടായിട്ടില്ല. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ എടുത്ത് പോകണം. എന്ത് ചെയ്യും ആലോചിച്ച് നോക്കൂ. എങ്ങോട്ട് പോവും? എങ്ങോട്ട് പോവും? പക്ഷെ ഇവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. അവർ മഹാത്മാവിനെ കണ്ടു. ആ മഹാത്മാവ് അനുഗ്രഹിച്ചിട്ട് തപസ് ചെയ്യാൻ പറഞ്ഞു. പറ്റിയൊരു സ്ഥലം പോയി തപസ് ചെയ്തോളൂ. ആ കാലഘട്ടത്തിൽ അത് ഏകദേശം ഒരു ഇപ്പം നമ്മളിപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഒരു 40 കൊല്ലം മുമ്പ് കൂട്ടിയ അന്നൊരു 85 വയസ്സെന്ന് പറഞ്ഞാൽ അതിൻ്റെ 40 കൊല്ലം മുമ്പെന്ന് പറഞ്ഞാൽ ഒരു 80 കൊല്ലം മുമ്പുള്ള കഥയാണ് ഈ പറയണത്. അന്ന് ഈ പാലക്കാട് നിന്ന് പോയി മൂകാംബികയിൽ പോയി കൊടജാദ്രി പോയി കുറേ കാലം തപസ് ചെയ്ത് അവിടുന്ന് പിന്നെ ഗോകർണത്തേക്ക് പോയി. ഇന്നാണെന്ന് വെച്ചാൽ പാലങ്ങളൊക്കെ ഉണ്ട്, അന്ന് പാലങ്ങളൊന്നും ഇല്ല. അതിനെ തോണി പോവാം. അപ്പം അത്രയും യുവതിയായ ഒരാൾ ഏകാന്തമായി ഒറ്റയ്ക്ക് പകലല്ല രാത്രിയും നാട് മുഴുവൻ ഒരു ഗുഹയിൽ കഴിയണമെങ്കിൽ എന്തെല്ലാം പ്രതിസന്ധികൾ അതിജീവിച്ചിട്ടുണ്ടാവും, അഭിമുഖീകരിച്ചിട്ടുണ്ടാവും. അപ്പോൾ വെറുതെ ആയിരിക്കില്ല ഈ കല്ലൊന്നും വെച്ച് ഇരിക്കണത്. നമുക്ക് പറയാൻ വയ്യ എന്താണ്. അപ്പോൾ പുറമെ നമുക്ക് മനസ്സിലാവില്ല ഒരാൾ ജ്ഞാനിയാണോ അല്ലയോ എന്ന്. അനുഭൂതി സമ്പന്നൻ മാത്രമേ സംശയരഹിതമായി പറയൂ. സംശയരഹിതമായി പറയുന്നവൻ അനുഭവസമ്പന്നനായിരിക്കും. പക്ഷെ അനുഭവസമ്പന്നൻ സംശയരഹിതമായി പറഞ്ഞോളണം എന്നില്ല. പറയാൻ പറ്റില്ലല്ലോ. അത് നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. നവിതോ വിദ്മോ നവിജാനീമോ ഏത് ശുശ്ര എങ്ങനെയാണ് ഉപദേശിക്കേണ്ടത് നമുക്കറിയില്ല. ചില സൂചനകൾ അത്രയല്ലേ ഉള്ളൂ. ശരി, ഏതായാലും ഗുരും അഭിഗച്ഛേദേവ. എങ്ങനെ വേണം? സമിത് പാണിഹേ, സമിധ എന്തിയിട്ട്, ഹോമിക്കാനുള്ള വിറക് കെട്ട് ഹോമി എന്തിയിട്ട്. അപ്പോൾ താൻ കർമ്മമാർഗത്തിലൂടെ പ്രാപിക്കാവുന്ന പരമമായ ബ്രഹ്മലോകം വരെയുള്ളതൊക്കെ നിസ്സാരമാണെന്ന് അറിഞ്ഞിട്ടാണ് പോകുന്നത്. കാരണം ആ മന്ത്രം കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. പിന്നെ എന്തിനാ ഇത് കെട്ട്? ഒന്ന്, താൻ അറിഞ്ഞു എന്നുള്ളത് ശരിയാണോ അല്ലയോ? ഇനിയും ഹോമാദി കർമ്മങ്ങൾ ചെയ്യാൻ ഗുരുനാഥൻ നിർദ്ദേശിക്കുമോ? ഇന്നലെ നമ്മൾ പറഞ്ഞു, അത് പരീക്ഷയില്ലാത്ത കാലത്തോളം നമ്മൾ സ്വയം പലതുമാണെന്ന് തെറ്റിദ്ധരിക്കും. രണ്ടാമത്തെ വിഷയം, ഗുരുകുലത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി എല്ലാം ചെയ്യേണ്ടതാണ്.
അപ്പോൾ തന്നാൽ കഴിയുന്ന സമർപ്പണം ചെയ്യണം, ഒരു സമിധയെങ്കിലും കൊണ്ടുപോകണം. മൂന്നാമതായിട്ട്, എങ്ങനെയാണോ നല്ലപോലെ ജ്വലിപ്പിക്കപ്പെടുന്ന അഗ്നിയിൽ ഈ വിറക് കഷ്ണങ്ങൾ ഭസ്മമായി തീരുന്നത്, അതുപോലെ തൻ്റെ അഹങ്കാരം അമത്വങ്ങളെല്ലാം. കാരണം പൊതുവേ ഈ ബ്രഹ്മവിദ്യയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അവർ പൊതുവേ വലിയ കേമന്മാരായിരിക്കും. കാരണം അപരാവിദ്യ നേടിയിട്ടാണല്ലോ പരാവിദ്യയിലേക്ക് പോണത്, അല്ലേ? അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപരാവിദ്യയിൽ കൂടെ പോയിട്ട് അപ്പോൾ കേവന്മാരായിരിക്കും ഒക്കെ. ഒന്നുകിൽ സാമ്പത്തികമായിട്ട് ഉയർന്നവരായിരിക്കും, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്നവരായിരിക്കും, കുറച്ച് അഭിമാനത്തിന് വകുപ്പുണ്ട്, ഇല്ലേ? ഉണ്ട്. അല്ലാത്തവരാരാ പരാവിദ്യയിലേക്ക് പോവുക? പരാവിദ്യയിലേക്ക് പോകണമെങ്കിൽ ഇപ്പുറത്ത് വല്ലതും വേണ്ടേ? അത് പ്രത്യേകം മനസ്സിലാക്കണേ. പലരും വിചാരം നേരെ തിരിച്ചാ, ഇവർക്ക് വേറെ ഒന്നും അറിയില്ല, ഇത് വേറെ ഒന്നും പഠിച്ചിട്ടുമില്ല, വേറൊന്നും അറിയില്ല, എന്നാൽ പിന്നെ സന്യാസി ആയിക്കളാന്ന് വിചാരിച്ചിട്ട് വേറൊന്നിനും കൊള്ളാത്തോണ്ട് പോയതാന്ന്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ, ഒരു സ്വാമിജി 5 ഭാഷയിലധികം അറിയുന്ന സ്വാമിജി സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക മറ്റേ ആൾ. കാരണം കാവ്യവസ്ത്രം കണ്ടപ്പോൾ അയാൾ ഉറപ്പിച്ചു ഇയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ലയെന്ന്. ഇംഗ്ലീഷ് അറിയുന്നത് കേമ എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇംഗ്ലീഷ് അറിയുന്നുള്ളൊരു കേമത്വം ഇല്ല, പക്ഷെ ലോകദൃഷ്ടിയാണ് പറഞ്ഞത്. ഒരു ബ്രഹ്മചാരി, അദ്ദേഹം ഇപ്പോൾ സന്യാസിച്ചിട്ടുണ്ട്. ഈ ബ്രഹ്മചാരിയുടെ അച്ഛൻ നമ്മളെ ക്ലാസ്സിന് വരുമായിരുന്നു കുറച്ച്. അപ്പോൾ ഒരു ദിവസം പറഞ്ഞു, എന്നോട് സംശയം ചോദിക്കാറുണ്ട്. ഓ സന്തോഷം, അങ്ങ് ചോദിക്കാൻ അറിയുന്ന വെച്ചാൽ പറയാം. അല്ല സ്വാമി, ഈ സന്യസിക്കാൻ എന്തിനാ എംടെക്? അല്ലാത്ത ചോദ്യം. ഞാൻ പറഞ്ഞു, സന്യസിക്കാൻ എംടെക്കിൻ്റെ ആവശ്യമില്ല, പക്ഷെ എംടെക്കുള്ള ആൾക്ക് സന്യസിച്ചൂടാന്നില്ല. സന്യസിക്കാൻ എംടെക്കിൻ്റെ ആവശ്യമില്ല, പക്ഷെ എംടെക്കുള്ള ആൾക്ക് സന്യസി. എന്നാൽ യവന് ബിടെക് കഴിഞ്ഞപ്പോൾ പോയിക്കൂടെ ഇരുന്നോ? എന്നെ കൊണ്ട് ഇത്രയും പൈസ ചെലവഴിപ്പിക്കേണ്ടിയിരുന്നോ? നോക്ക്, യവന് ബിടെക് കഴിഞ്ഞപ്പോൾ പോയിക്കൂടെ ഇരുന്നോ? പിന്നെ അത്ര എന്നെ കൊണ്ട് ചെലവിപ്പിച്ചില്ലേ? നമ്മൾ നിങ്ങൾക്ക് ചെലവിയാനുള്ള യോഗം ഉണ്ടാവും, ഞാനെന്ത് പറയാനാ? അല്ലാണ്ടെന്താ? എംടെക്കൊക്കെ കഴിഞ്ഞിട്ട് സന്യസിക്കുകയെ എങ്ങനെയാ? എന്താ എംടെക്ക്? നമുക്കത് വലിയ കേമായിരിക്കും. എത്ര പേര് IIT റാങ്ക് ഹോൾഡേഴ്സോ അതിനപ്പുറത്തുണ്ട്. അതല്ലേ വേണ്ടത്? കേവന്മാർ വരണമല്ലോ, കേവന്മാർ വന്നാലല്ലേ ഇത് നേരെ പോകുള്ളൂ. ഇന്നിപ്പോൾ ജൈന സന്യാസിമാരുടെ കൂട്ടത്തിൽ ഭൂരിഭാഗം പേരും പുതുതായിട്ട് വരുന്നവർ IIM, IIT, അതുപോലെ NDA, IAS, IPS, ICS ഒക്കെ കഴിഞ്ഞ്, IAS ഒക്കെ കഴിഞ്ഞിട്ടുള്ള റാങ്ക് ഹോൾഡേഴ്സ് അധികം വരുന്ന ജൈന സന്യാസിമാരായിട്ട്. ഇപ്പോൾ മാത്രമോ കോടീശ്വരന്മാർ 600 കോടി 700 കോടിയൊക്കെ ആശ്രമത്തിന് കൊടുക്കുക, അല്ലാണ്ട് അതൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് താൻ ഒറ്റയ്ക്കാണ്ട് പോവുകയല്ല. 600 കോടി ഉറുപ്പ്യ 700 കോടി ഇടയ്ക്കിടയ്ക്ക് എല്ലാ മാസവും കാണാം ഗുജറാത്തി പത്രങ്ങൾ. ഫസ്റ്റ് റാങ്കിനേക്കാൾ വലിയ റാങ്ക് തന്നെ 700 കോടി 800 കോടിയൊക്കെയാണ് കൊടുക്കണത് ആശ്രമത്തിന്. ചിന്തിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, പൊതുവേ സന്യാസി എന്ന് പറയുമ്പോൾ ഒരു ധാരണ നമുക്കുണ്ട്, അത് മാറ്റണം മലയാളികൾ. മറ്റുള്ളവർക്കൊന്നും ആ പ്രശ്നമില്ല, വേറെ ആർക്കും പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ആ ധാരണയില്ല. ഇപ്പം അത് മാറി വരുന്നുണ്ടല്ലേ, ഇപ്പം മാറി വരുന്നുണ്ട്. ഇത് പറയാൻ കാരണം അപരാവിദ്യയിൽ കുറച്ച് ഉയർന്നൊക്കെ എത്തി കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ടാവും.
അതൊക്കെ കത്തി വെണ്ണീറാവാൻ തക്കോണം വേണം പോവുക. അതാണ് ഈ സംഹിത ഏന്തിക്കൊണ്ട് പോണത്. ഗുരുനാഥ, ഞാനിതാ വെണ്ണീറാക്കാൻ തയ്യാറായിട്ടാണ് വന്നിട്ടുള്ളത്. സമിത്പാണിഹേ. അവിടെ ഗുരുവെ വിശേഷിപ്പിക്കുന്നു. ആരാണ് ഗുരു? എങ്ങനെയുള്ള ഗുരുവെയാണ് പ്രാപിക്കേണ്ടത്? ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം ഗുരും അഭിഗച്ഛേത്. ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുവെ പ്രാപിക്കണം. ഗുരും എന്നുള്ള ദ്വിതീയ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അന്വയിക്കണം. ശ്രോത്രിയം ഗുരും ബ്രഹ്മനിഷ്ഠം ഗുരും. ശ്രോത്രിയൻ എന്ന് പറഞ്ഞാൽ വിധിവത് അധീത ശ്രുത, വിധിപ്രകാരം പഠിച്ചിട്ടുള്ളവൻ. അതായത് ഗുരുനാഥൻ അരിക നിന്ന് പഠിച്ചിട്ടുള്ളവൻ. ആ ഗുരുവോ മറ്റൊരു ഗുരുവിൽ നിന്ന് പഠിച്ച ആളാണ്, അതോ മറ്റൊരു ഗുരുവിൽ നിന്ന്. അങ്ങനെ സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം. അങ്ങനെ വിധിപ്രകാരം ശാസ്ത്രാധ്യയനം ചെയ്തവനാണ് ശ്രോത്രിയൻ. ശ്രുതി ഒത്തവൻ, ശ്രുതിയോടൊത്തവൻ, വേണ്ടതുപോലെ വേദത്തിൻ്റെ താത്പര്യത്തെ ഗ്രഹിച്ചവൻ, അനേക ശാസ്ത്രങ്ങളെ പഠിച്ചവനാണ്. ശ്രോത്രിയനായിരിക്കണം ഗുരു. ചോദ്യം: ശ്രോത്രിയനായിട്ട് വരാം, അതിലേക്കൊക്കെ വരാം. ശ്രോത്രിയനായിട്ട് പ്രയോജനമുണ്ടോ? ചോദ്യം. ഇല്ല. കാരണം ശ്രോത്രിയൻ ശ്രോത്രിയന് നല്ലൊരു ടീച്ചറാവാം, ഒരു സംശയമില്ല. നല്ലൊരു ടീച്ചറാവാൻ സാധിക്കും ശ്രോത്രിയന്. പക്ഷേ വിരക്തനായി അക്ഷര സാക്ഷാത്കാരം ഇച്ഛിച്ചു പോകുന്ന സാധകന് വേണ്ടത് കൊടുക്കാൻ ശ്രോത്രിയന് കഴിഞ്ഞോളണമെന്നില്ല. തീർത്തും അക്കാഡമിക് തലത്തിൽ അങ്ങേയറ്റം ഉന്നതമായിട്ട് പഠിപ്പിക്കാൻ ശ്രോത്രിയന് കഴിയും. അതുകൊണ്ട് പറയുന്നു ശ്രോത്രിയനായ പോരാ, പിന്നെ എന്ത് വേണം? ബ്രഹ്മനിഷ്ഠനുമാകണം. ബ്രഹ്മനിഷ്ഠൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മണി നിതരാം തിഷ്ഠതീതി ബ്രഹ്മനിഷ്ഠ. ബ്രഹ്മത്തിൽ തന്നെ അഭിന്നനായി കഴിയുന്നവനാണ്. താൻ ഉപദേശിക്കുന്ന പരമസത്യത്തിൽ അതിൽ കഴിയുന്നവനാണ്. അഭിന്നനായി കഴിയുന്നവൻ, അഭിന്നനാണ്, ഭേദരഹിതനാണ്. അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധ സാക്ഷാത്കാരത്തിൽ കഴിയുന്നവനാണ്. ഇവിടെ ചോദ്യം: ബ്രഹ്മനിഷ്ഠനായാൽ പോരെ, ശ്രോത്രിയനാവണോ? വേണം. കാരണം ഇവിടെ സ്വാനുഭൂതിയുടെ നിറവിലിരുന്ന് സംശയരഹിതമായി ആനന്ദമഗ്നനായിരിക്കുന്നു ബ്രഹ്മനിഷ്ഠൻ. അതിലാർക്കും സന്ദേഹമില്ല. പക്ഷെ മറ്റൊരാൾക്ക് ലക്ഷണയുക്തമായി പറഞ്ഞു കൊടുക്കാൻ ബ്രഹ്മനിഷ്ഠന് കഴിഞ്ഞോളണമെന്നില്ല. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നൊരു വാക്യം ഇവിടെ അനുസന്ധേയമാണ്. ഒരാൾക്ക് സ്വയം ആത്മഹത്യ ചെയ്യാൻ ഒരു സൂചിയോ ഒരു കത്തിയോ ഒരു കയറോ എന്തെങ്കിലും ഒന്ന് മതിയാവും. പക്ഷെ പ്രബലനായ മറ്റൊരാളെ കൊല്ലാനോ ഒരു സൂചിയും കൊണ്ടൊരാളത്ത് പോയാൽ എങ്ങനെ ഉണ്ടാവും? ഒരു കത്തിയും കൊണ്ടൊരാളെ, പ്രബലനായ ഒരാളെ കൊല്ലാൻ പോയാൽ എന്താ ഉണ്ടാവുക? അപ്പം അവിടെ പലവിധ ആയുധങ്ങൾ വേണം. അവനെ വരിഞ്ഞ് കെട്ടി വീഴ്ത്തി മുറിച്ച് കീറി കൊല്ലാൻ പലതും വേണ്ടി വരും. ഇതുപോലെയാണ് പ്രതിരോധിക്കുന്ന മനസ്സുള്ള ആൾക്ക് സത്യത്തെ ബോധിപ്പിക്കാൻ വേണ്ടി അവൻ്റെ അനേക യുക്തികളിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കണമെങ്കിൽ ശ്രോത്രിയനായിരിക്കണം. ശ്രോത്രിയനായതുകൊണ്ട് കാര്യമില്ല, ബ്രഹ്മനിഷ്ഠനാകണം. കാരണം ശ്രോത്രിയൻ
ടീച്ചർ മാത്രമാണ്. സ്വാനുഭൂതിയുടെ നിറവിൽ സംശയരഹിതമായി ബോധിപ്പിക്കാൻ ശ്രോത്രിയന് കഴിയില്ല. അതുകൊണ്ട് ഇവിടെ ഗുരുവിൻ്റെ ലക്ഷണം പറയുന്നിടത്ത് ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം, ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുവെ പ്രാപിക്കണം എന്ന് പറയും. ചിലപ്പോൾ നമുക്ക് സന്ദേഹം വന്നേക്കാം, അങ്ങനെയാണെങ്കിൽ ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുവെ പ്രാപിക്കാതെ എത്രയോ മഹാപുരുഷന്മാർ തത്വവിജ്ഞാനികളായത് നമുക്കറിയാമല്ലോ. ഭഗവാൻ രമണ മഹർഷിയെ പോലുള്ള, അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണദേവനെ പോലുള്ള. തീർച്ചയായിട്ടും അതിന് ശാസ്ത്രത്തിന് എന്താ പറയാനുള്ളത്? അസ്മിൻ ജന്മനി ജന്മാന്തരേ വാ, ഈ ജന്മത്തിലോ പൂർവജന്മത്തിലോ അഥവാ പൂർവജന്മങ്ങളിലോ സഞ്ചയിച്ച സംസ്കാരത്തോടു കൂടിയാണ് നമ്മളെല്ലാം വരുന്നത്. ശ്രവണ മനനജനിതമായ ആ ബോധത്തോടു കൂടി, അല്ലെങ്കിൽ ബോധ സംസ്കാരത്തോടു കൂടി ലേശം ഒരു വിഘ്നം, ആ വിഘ്നത്തോടു കൂടി വരുന്നവർക്ക് കേവലം തപസ്സുകൊണ്ടോ ഒരൊറ്റ ഉപദേശം കൊണ്ടോ ഒരു സ്പന്ദനം കൊണ്ടോ ആ ബോധം പ്രകാശിച്ചെന്ന് വരാം. പക്ഷെ അത് നമുക്ക് പൊതുസമൂഹത്ത് പറയാൻ പാടില്ല. അതുകൊണ്ട് സാമാന്യ നിയമമാണ് ഈ പറയുന്നത്, വിശേഷമല്ല. സാമാന്യ നിയമം വിശേഷ നിയമം രണ്ടാണ്. അതെ, തീർച്ചയായിട്ടും 100%. ഇതിപ്പോ വല്ലാത്തൊരു ചോദ്യം ആയിരിക്കുക. കൈ പിടിച്ച് തൊടിയിപ്പിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റാണ്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ പല ഗുരുക്കന്മാരും അങ്ങനെ ചെയ്യാറുണ്ട്, അമ്മമാർ തന്നെ ചെയ്യാറുണ്ട്. അമ്മയാണല്ലോ നമ്മുടെ ഒന്നാമത്തെ ഗുരു. കുട്ടികൾക്ക് അധികം പൊള്ളി മാരകമായ പരിക്കേൽക്കാത്ത രീതിയിൽ തീ തൊടിയിപ്പിക്കുന്ന പതിവുണ്ട്. മിക്കവാറും വീട്ടിൽ മുത്തശ്ശിയാണ് ചെയ്യുക. കാരണം മുട്ടിട്ടഴയുന്ന പ്രായമായ കുട്ടികൾ എല്ലായിടത്തും പോവും, അപകടങ്ങൾ വരുത്തും. അപ്പം തീ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും എന്നുള്ള ബോധം അവർക്കുണ്ടാകാൻ ഒന്ന് തൊട്ട് കൊടുക്കും, ചെറിയൊരു പൊള്ളൽ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് വ്രണമൊന്നും ആവില്ല. പിന്നെ കുട്ടി ഒരിക്കലും തീ തൊട്ട് പൊള്ളിക്കില്ല. അങ്ങനെ ആവാം. അത് ചെയ്യുമോയെന്ന് ചോദിച്ചാൽ ചില ഗുരുക്കന്മാർ ചെയ്യും. ഈ ശ്രീരാമകൃഷ്ണദേവൻ തന്നെ പലതരം ഗുരുക്കന്മാരെ പറ്റി പറയുന്നൊരു ഭാഗമുണ്ട്. ചില വൈദ്യൻ്റെ അടുത്ത് രോഗി പോയി, വൈദ്യർ മരുന്ന് കുറിച്ച് കൊടുത്തു. ഈ മരുന്ന് ദിവസവും 30 ദിവസം സേവിക്കണം കേട്ടോ എന്ന് കുറിച്ച് കൊടുത്തു. വൈദ്യർ പോയി. അതാണ് ഒരു വൈദ്യർ. രണ്ടാമത്തവൻ അതല്ല, നോക്കൂ കുട്ടാ, നിൻ്റെ രോഗം മാറണ്ടേ, നിൻ്റെ രോഗം മാറാനല്ലേ ഞാൻ മരുന്ന് തരണത്, അതുകൊണ്ട് നീ ഇവിടെ ഇരിക്കൂ എന്നും പറഞ്ഞ് സ്നേഹപൂർവ്വം അടുത്ത് വിളിച്ചിരുത്തി തലോടി, കുറച്ച് കയ്പൊക്കെ ഉണ്ടാവും, സാരല്ല കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അത്യന്ത പ്രേമത്തോടു കൂടി കുടിപ്പിക്കുന്ന ഗുരു. മൂന്നാമത്തെ തരമുണ്ട്, അടിച്ച് വീഴ്ത്തി ചാവിട്ടി നീ കുടിക്കില്ലടാ എന്നും പറഞ്ഞ വാ പൊളർത്തി മരുന്നൊഴിച്ചു കൊടുത്ത് മൂക്ക് പൊത്തി കുടിക്കടാ എന്ന് പറയുന്നവർ. ഇങ്ങനെ പലതരം ഗുരുക്കന്മാരുണ്ട്. എല്ലാ ഗുരു ഒരുപോലെയല്ല. ചോദ്യം, അനുഭൂതി സമ്പന്നന്മാരാണെങ്കിൽ എല്ലാ ഗുരുക്കന്മാരും ഒരുപോലെ വേണ്ടേ? അവരെല്ലാം അറിഞ്ഞിരിക്കുന്ന സത്യം ഒന്നല്ലേ? ഒരേ സത്യത്തെ അറിഞ്ഞ 2 പേരെങ്ങനെയാ 2 പോലെ പെരുമാറുക? മറുപടി, ആരബ്ധകർമ്മ നാനാത്വാത് ബുദ്ധാനാം അന്യഥാന്യഥാ വർത്തനം തേന ശാസ്ത്രാർത്ഥേ ഭ്രമിതവ്യം ന പണ്ഡിതൈഹി. പ്രാരബ്ധകർമ്മത്തിലുള്ള വ്യത്യാസം കൊണ്ട് ജ്ഞാനികൾ പല പ്രകാരത്തിലാണ് വ്യവഹരിക്കുക.
ഇത് ശാസ്ത്ര താല്പര്യത്തിൽ നിങ്ങൾക്ക് സന്ദേഹം വരുത്താൻ ഇടയാക്കരുത് എന്ന് വിദ്യാരണ്യ സ്വാമികൾ പറയും. ഇപ്പം നമ്മൾ ചില മുഖങ്ങളാണ് നമുക്ക് ഓരോരുത്തരെ പറ്റി അറിയണത്, ഇല്ലേ? എല്ലാ മുഖവും നമുക്കറിയോ? ഇല്ല. ദ്രോണാചാര്യർ വിട്ടേക്കാം, ആത്മീയ ഗുരുവൊന്നും അല്ലല്ലോ. മഹാ സ്ഥാനം കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുന്ന ആള്, തൻ്റെ ശത്രുവിനെ നശിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം വെച്ച് എന്തും നെറുകേട് ചെയ്യാൻ തയ്യാറായ ആൾ. അവരെന്താ ചെയ്തുകൂടാത്ത? അവർക്ക് ഏത് മഹാപാപം അവർ ചെയ്യും. ഇരിക്കുക. നല്ല ചോദ്യമാണ്. അപരാവിദ്യ ഒന്നും പറഞ്ഞു കൊടുക്കാതെ, പഠിപ്പിച്ചു കൊടുക്കാതെ പരാവിദ്യ പറഞ്ഞു കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടല്ലോ, അതെന്താന്ന്? അത് രണ്ട് നിലയ്ക്കാണ്. ഈ പരാവിദ്യ മാത്രം കേട്ട് പഠിക്കുന്നവർ ജന്മാന്തരത്തിൽ അപരാവിദ്യയുടെ ശാസ്ത്രശ്രവണജനിതമായ ബോധവും ആചരണം കൊണ്ടുള്ള ചിത്തശുദ്ധിയുള്ളവരാണോ? ആണെങ്കിൽ അവർ പരാവിദ്യ ബോധിക്കും. പ്രാരബ്ധവശാൽ അതൊന്നും ഇല്ലാതെ എത്തിപ്പെട്ടവരാണോ? അവർ ഭ്രമിക്കും. നല്ല കാലത്തിന് അവർ ഇതും കേൾക്കണില്ല വെച്ചാലോ ഒരു പ്രശ്നമില്ല, ഫീസ് കൊടുത്താൽ മതി, ഒരു പ്രശ്നം അവർക്കുണ്ടാവില്ല, ഭ്രമിക്കൊന്നുമില്ല. ഞാൻ ഒന്നും കേട്ടിട്ടില്ല, ഗുരു എന്തൊക്കെയോ പറഞ്ഞു, ഞാനിരുന്നു, ഒന്നും തലേ പോയിട്ടില്ല. പോയി എന്നുള്ള വിഷയം, നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞോ. അയ്യോ, നല്ല കാര്യങ്ങൾ പറഞ്ഞു, ഒന്നും തലേ പോവില്ല, അവിടെ വലിയ ഉപദ്രവമില്ല. നടുവുള്ള ആൾക്കാ ഉപദ്രവം. അങ്ങനെ ഉപദ്രവമായിട്ട് എത്ര പേര് നടക്കേണ്ട ലോകത്ത്? ഒരുപാട് പേരുണ്ട്, കുറച്ചൊന്നുമല്ല. ചില മഹാത്മാക്കളുടെ പുസ്തകങ്ങൾ വായിച്ചിട്ട് വട്ടായിട്ട് നടക്കുന്നവർ തന്നെ ഒരുപാട് ലോകത്തിലുണ്ട്. അത് മഹാത്മാവിൻ്റെ കുറ്റമല്ല, അദ്ദേഹം പറഞ്ഞ തലത്തെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അവിടെ സാമൂഹിക ജീവിതക്രമത്തിൽ തുടരേണ്ടതല്ല അദ്ദേഹം ഉപദേശിച്ചത്. ഇയാളാണെന്ന് വെച്ചാൽ സാമൂഹിക ജീവിതക്രമത്തിലുള്ള ആളാണ്. അപ്പം എന്തായി? സംഘർഷമായി. ആ സംഘർഷം വിഭ്രാന്തിയായി മാറും. ഇതാണ് അതിനുള്ള മറുപടി. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, എല്ലാം നടക്കട്ടെ, എല്ലാ വിഷയമാണ് ലോകത്തിൽ. അപ്പം അതുകൊണ്ട് ശ്രോത്രിയനുമായിരിക്കണം, ബ്രഹ്മനിഷ്ഠനുമായിരിക്കണം. ഇതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരും, ഈ ശിഷ്യന് ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ആളെ മനസ്സിലാക്കാൻ കഴിയുമോ? വലിയ പ്രശ്നമാണ്. ഞാൻ സമീപിക്കുന്ന ആള് ശ്രോത്രിയനാണ് അഥവാ ബ്രഹ്മനിഷ്ഠനാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമോ? എന്താ അഭിപ്രായം? വലിയ പ്രശ്നമാണ്. പരമ്പരയൊന്നല്ല. ഇപ്പം എൻ്റെ ഗുരു വലിയ ഗുരുവാ, അല്ലെങ്കിൽ എൻ്റെ ഗുരുനാഥൻ നല്ല ഗുരുനാഥനാ, എൻ്റെ ഗുരുനാഥൻ അറിവുള്ള ഗുരുനാഥനാന്നൊരാൾ പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. അവൻ പറയണത് എന്താണ്? ഞാൻ ഗുരുവിനേക്കാൾ വലിയ ആളാണ്, കാരണം ഗുരുവെ അളക്കാൻ എനിക്ക് സാധിക്കും, എൻ്റെ അളവുകോലനുസരിച്ച് ഗുരു നല്ല ആളാണെന്നാണല്ലോ, അല്ലേ? ശരിയല്ലേ പറഞ്ഞേ? എൻ്റെ ഗുരു വലിയ ഗുരുവാന്ന് പറയണമെങ്കിൽ ഗുരുവിനേക്കാൾ വലുതായി നാമൻ പറയാണല്ലോ ചെയ്യണത്. അല്ലാതെ എങ്ങനെയാണ് ഗുരുവിനെ അളക്കുക? ഗുരുവിനേക്കാൾ വലിയ ആൾക്കല്ലേ ഗുരുവിനെ അളക്കാൻ പറ്റുള്ളൂ. അപ്പം എങ്ങനെയാണ് ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനാണെന്ന് അറിയുക? ഒറ്റ വഴിയേ ഉള്ളൂ, ഒറ്റ വഴി, രണ്ട് വഴിയില്ല. ഒരാൾ ഗുരുവാക്കുന്നത് ശിഷ്യനു നേർക്കാണ്. ഗുരു ശ്രോത്രിയനാണോ ബ്രഹ്മനിഷ്ഠനാണോ എന്ന് അളക്കാൻ നമുക്ക് കഴിയില്ല. എന്നാൽ ശിഷ്യന് പറയപ്പെട്ട ലക്ഷണങ്ങളോടുകൂടി ഉത്തമ ശിഷ്യനാവാൻ നമുക്ക് കഴിയും. അങ്ങനെ നമ്മൾ ഉത്തമ ശിഷ്യനായാൽ നിശ്ചയമായും ഉത്തമ ഗുരുവെ കിട്ടും. ഇത് മാത്രമേ വഴിയുള്ളൂ, വേറെ വഴിയില്ല. ഉത്തമ ശിഷ്യനായാൽ, ഇപ്പം ഗുരുവിനെ അളക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ഗുരു ശ്രോത്രി, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്,
ഞാനൊരു അപ്പോൾ സ്വാമി എന്താ ശ്രോത്രിയനാണോ എന്ന് അളക്കാൻ എന്താ വഴി? ശ്രോത്രിയനാണോ എന്ന് വിധിപ്രകാരം ശാസ്ത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ ശ്രോത്രിയനാവും. എന്നാൽ ശരി, ഞാൻ ഒന്ന് പോയി കളയാം. അയാളോട് പോയി ചോദിക്കാം. പരീക്ഷിക്കാൻ വേണ്ടി പോവാണ്. ശാസ്ത്രം വിധിപ്രകാരം പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രശ്നോപനിഷത്തിൽ 6ാമത്തെ പ്രശ്നത്തിൽ 16 കലകളോട് കൂടിയ പുരുഷനെ പറയുന്നുണ്ടല്ലോ. ഏതാണ് ഈ 16 കലകളോട് കൂടിയ പുരുഷൻ? അങ്ങ് പറഞ്ഞു തരൂ. അപ്പോൾ ഇതവൻ ഉത്തരം പറഞ്ഞാൽ ശ്രോത്രിയനാണെന്ന് മനസ്സിലാക്കാം. അവൻ പറയുന്നു ചക്ക, മാങ്ങ, തേങ്ങ തുടങ്ങിയ 16 കലകൾ ഉള്ളവനാണവൻ. നമ്മളെന്ത് മനസ്സിലാക്കി? ഇത് ശ്രോത്രിയൻ അല്ല എന്ന് മനസ്സിലാക്കി. നമുക്ക് വളരെ അടുപ്പമുള്ള ഒരു മഹാത്മാവുണ്ടായിരുന്നു. അയ്യോ, അറിവിൻ്റെ നിധിയാ. അറിവിൻ്റെ നിധി എന്ന് പറഞ്ഞാൽ പോരാ, അറിവ് തന്നെ, അത്രയേ ഉള്ളൂ, വേറൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ സ്വാമി സന്യാസിയായിരുന്നു. ഞാൻ എല്ലാ മാസവും പോകും. ആ കാലത്ത് എല്ലാ മാസവും പാലക്കാട് വരുമായിരുന്നു, കോട്ടായിൽ. ഈ പറയണത് 1991, 92, 93 കാലഘട്ടത്തിലാണ്, 94 കാലഘട്ടത്തിൽ. എല്ലാ മാസവും കോട്ടായിൽ വരും. വേദാന്ത ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നതിന് മുമ്പ് പാലക്കാട് മണ്ണൂർ ആശ്രമത്തിൽ പോവും. അവിടുത്തെ മഠാധിപതിയായിരുന്നു പരമേശ്വരാനന്ദ സ്വാമികൾ. അറിവിൻ്റെ നിധിയല്ല, അറിവാണത്. സ്വാമിജി കൃഷിക്കാരവിടെ ചെന്നാൽ വേറെ ഒരു വർത്താനം പറയില്ല, കൃഷിനെ പറ്റി മാത്രമേ പറയുള്ളൂ. എന്താ ചാഴി, അയ്യോ വിതച്ചത് മുഴുവൻ പോയിട്ടു ഒക്കെ ചള്ളായിപ്പോയി, എന്ത് ചെയ്യും? ഒക്കത്തിനെയും കൊല്ലാനുള്ള വഴി എടുക്കണം, രാസവളം തന്നെ ഇടണം, എന്നാലേ ഗുണമുണ്ടാവുള്ളൂ. കച്ചവടക്കാർ ചെന്നാൽ കൃഷിയെ പറ്റി, കച്ചവടത്തെ പറ്റി മാത്രമേ പറയുള്ളൂ. എന്തൊക്കെ പ്രയാസം, അന്നത്തെ കച്ചവടം വലിയ വിഷമാണ്. ഭക്ഷണം പാചകം ചെയ്യുന്ന ആൾക്കാർ പോയാൽ ഭക്ഷണത്തിൻ്റെ വിവിധ വിഷയങ്ങളാണ്. സദ്യ, അതിൻ്റെ വിശേഷങ്ങൾ, അങ്ങനെ ഇങ്ങനെ. പിന്നെ മിക്കവാറും കൂടുതൽ പണത്തെക്കുറിച്ചും ഒക്കെയാണ് പറയുക. പിന്നെ മിക്കവാറും പിന്നെ അച്ഛനെവിടെയാ, ഇപ്പം എന്തൊക്കെയാ സ്ഥിതി, ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ, അമ്മയുടെ വർത്താനം എന്തൊക്കെയാ, സന്തോഷമായിട്ടിരിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് അവരുടെ പേര്, അവരപ്പുറത്തെ വീട്ടിലത്തെ ആൾക്കാരുടെ പേര്, ഇപ്പുറത്തെ വീട്ടിലത്തെ ആൾക്കാർ, തനി ഒരു കാരണം ഒരു പറയണ പോലെയാണ് പറയുക. അപ്പോൾ ഈ പോണ ആൾ വിചാരിക്കും എന്ത്, ഞാൻ വെറുതെ വന്ന് ഇവിടെ, ഇതൊരു സാധാരണ കാരണം, അത്രയേ ഉള്ളൂ. മനസ്സിലാവില്ല, അദ്ദേഹം ഇഷ്ടശാസ്ത്രബോധമുള്ള ആളാണ്. അതേ സമയത്ത് വേദാന്തത്തിൻ്റെ അങ്ങ് ആഴം കണ്ട ആളാണ്, പാരം കണ്ട ആളാണ്, ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. അതെ, ചെറിയ പരമേശ്വരൻ സ്വാമി, ചെറിയ പരമേശ്വരൻ സ്വാമി. ഇനി ഇത് ചിദാനന്ദ സ്വാമിക്ക് എല്ലാ മാസവും പൈസ തരുന്നോണ്ടാണെന്നൊന്നും പറയരുത് കേട്ടോ. ഞാൻ പോയി കഴിഞ്ഞാൽ എല്ലാ മാസവും ആരും കാണാൻ, അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. ആരും ഇല്ലയെന്ന് ഉറപ്പിച്ചൊരു പൈസ വന്ന് വേഗം മുണ്ടിനുള്ളിൽ വെച്ചോളൂ എന്ന് പറയും. ആരും കണ്ട കൊണ്ടുപോയിക്കോളൂ. മണ്ണൂർ മഠാധിപതിയാന്ന് പറഞ്ഞാൽ മണ്ണൂർ പരമ്പരയാണോ? മണ്ണൂർ മഠാധിപതിയായിരുന്നു. മണ്ണൂരാശ്രമം കോട്ടയം ഇവിടെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയിക്കൂടെ എനിക്ക് അദ്ദേഹത്തെ കാണാൻ? എന്തൊരു കഷ്ടം അത്. അപ്പോൾ ഇങ്ങനെ പലതുണ്ട്. അപ്പം ശ്രോത്രിയനാണെന്ന് ഒരു തരത്തിൽ മനസ്സിലാക്കാൻ പറ്റില്ല, ഒരു തരത്തിൽ. അതുപോലെ ബ്രഹ്മനിഷ്ഠനാണെന്ന് അത്രയും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ ബ്രഹ്മനിഷ്ഠന് ക്രോധം ഉണ്ടാവില്ല, കാമം ഉണ്ടാവില്ല എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ ഗുരുനാഥൻ്റെ അടുത്ത് അയാൾ അന്വേഷിച്ച് പോകാം, ബ്രഹ്മനിഷ്ഠനാണോ നോക്കണം. നോക്കുമ്പോഴാണ് ശിഷ്യനെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് തെറി പറയണത്, വേണമെങ്കിൽ പൂശണത്. തപോവന സ്വാമികളൊക്കെ കൈ കിട്ടി എന്താ ചെടുത്ത് എറിയായിരുന്നു ശിഷ്യരെ പഠിപ്പിക്കുമ്പോൾ. നമ്മൾ തപോവന സ്വാമിയുടെ ഒരു മുഖമല്ലേ നമുക്കറിയുള്ളൂ, വേദാന്ത ജ്ഞാനത്തിൻ്റെ അങ്ങ് അറ്റം അതേ നമുക്കറിയുള്ളൂ. പക്ഷേ തപോവന സ്വാമിയുടെ അടുത്ത് പരിചയമുള്ളവരും ഒന്നിച്ചിടപെട്ടവരും അറിയാം, വടിയൊന്നും ഉണ്ടാവില്ല, വീണതേ അടിക്കാൻ പറ്റുള്ളൂ. എന്താ കിട്ടിയ അടുത്ത് അറിയും. അത് എളുപ്പമല്ല ഇരുന്ന് പഠിക്കുക. ആരാ ഇരുന്ന് മുഴുവൻ പഠിച്ചിട്ടുള്ള? ആരുമില്ല. ഏതാനും
1.5 വർഷം 1.25 വർഷമായിട്ട് ചിന്മയാനന്ദ സ്വാമിജി പഠിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അങ്ങനെ പൂർണ്ണമായി പ്രസ്ഥാനത്രയൊന്നും ആരും പഠിച്ചിട്ടില്ല സ്വാമിജിയുടെ അടുത്ത്. കഴിയില്ല, എളുപ്പമല്ല. ശിഷ്യൻ മാറിയാൽ ഗുരു ബ്രഹ്മനിഷ്ഠനാവുകയല്ല. ശിഷ്യയോഗ്യതകളോടുകൂടി താൻ തീർന്നാൽ, അതായത് വിവേകം, വൈരാഗ്യം, ശമാധി, ഷട്കം, മുമുക്ഷുത്വം ഇത്യാദി സാധനാ സമ്പന്നനായാൽ തനിക്ക് ശരിയായ ഗുരുനാഥനെ ലഭിക്കും. അതെങ്ങനെയാന്ന് ചോദ്യമില്ല, ലഭിച്ചിരിക്കും, ഉറപ്പ്. ഇത് മാത്രമേ വഴിയുള്ളൂ. അല്ലാതെ ഗുരുനാഥനെ അളക്കാനും തൂക്കാനും ഒന്നും നമുക്ക് പറ്റില്ല. ഇതാണ് അതിൻ്റെ വസ്തുത. ഇത് അയ്യോ, ഇതിപ്പോൾ ഇവിടുത്തെ പറഞ്ഞ ദൃഷ്ടാന്തത്തിൽ കുടുങ്ങിപ്പോയി. ദൃഷ്ടാന്തം ബ്രഹ്മനിഷ്ഠന് ക്രോധം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ അടിച്ച് ലെവലാക്കി വഴക്ക് പറയണതാണ്. അപ്പോൾ ക്രോധം അടങ്ങണ്ടേന്നാണ് ചോദിക്കണത്. ക്രോധം അടങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയോ? ക്രോധത്തെ പിടിച്ചതാണോ എന്ന് നമുക്കറിയോ? ഈ ക്രോധത്തെ പിടിച്ചാൽ നോക്കൂ, ക്രോധം പിടിച്ചതാണോ ക്രോധത്തെ പിടിച്ചതാണോ നമുക്കറിയോ? നമ്മൾ കാണുന്നത് ക്രോധത്തെ പിടിച്ചതാണ്. ഇത് ക്രോധം ഇങ്ങോട്ട് പിടിച്ചതാണോ അല്ല ക്രോധത്തെ പിടിച്ചതാണോ എന്നറിയോ? അറിയില്ലല്ലോ. ആ, എല്ലാം അങ്ങനെ തന്നെയാ. എന്തുകൊണ്ടല്ല? കാമം, ക്രോധം എല്ലാം അവിടെ ഒന്നും ബാധിക്കില്ല, ഒന്നുമില്ല അവിടെ. അവിടെ നല്ല സ്ഫടികം പോലെയാ, സ്ഫടികം പോലെയാണ്. നീല പുഷ്പം വെച്ചാൽ നീല, ചുവപ്പ് പുഷ്പം വെച്ചാൽ ചുവപ്പ്, അത്രയേ ഉള്ളൂ, ഒന്നുമില്ല. ഇന്നലെകളിലെ കുറിച്ച് ഒരു പരിഭവം ഇല്ല, നാളെയെക്കുറിച്ചൊരു പ്രതീക്ഷയില്ല. ആനന്ദം, അത്രയേ ഉള്ളൂ. നമുക്ക് എന്താ പറയാൻ പറ്റും? ഒന്നും പറയാൻ പറ്റില്ല. അച്ഛൻ കരയുന്നു, മകൻ മരിച്ചിട്ട്. ആകെയുള്ളൊരു മകനാണ്. ആ കൊച്ചു കുഞ്ഞാണ് മരിച്ചു പോയത്. പൊട്ടി കരയാണ് അച്ഛൻ. ശരി, നല്ല ഒന്നാന്തര നടൻ, സിനിമയിൽ ഒറ്റ മകൻ മരിച്ച അച്ഛൻ്റെ വേഷമാണ് അഭിനയിക്കുന്നത്. അയാളും പൊട്ടി കരയാണ്. ആരെ കരച്ചിലാണ് കാണുന്നവർക്ക് അധികം ദുഃഖം ഉണ്ടാക്കുക? നടൻ്റെയാണ്. നമ്മൾ കരഞ്ഞു പോകും തിയേറ്ററിൽ നിന്ന്, ഇല്ല? സിനിമ കാണാൻ പോകുന്നു, നമ്മൾ കരഞ്ഞു പോകും. അത്ര തന്മയമായിട്ട്. അയാൾക്ക് വല്ല ദുഃഖമുണ്ടോ? അയാൾക്കൊരു ദുഃഖവും ഇല്ല. അയാൾ ഷൂട്ടിങ് അത് കഴിഞ്ഞാൽ ഉടനെ അടുത്തതായി ചിരിച്ച് എന്നാ ചായ കുടിക്കുക, അത്രയേ ഉള്ളൂ. ഇല്ലേ? എന്നാ ചായ കുടിക്കുകയെന്ന്, അത് കഴിഞ്ഞിട്ടാവാന്ന്. ശരി. ഓം ഭദ്രം കർണേഭിः ശൃണുയാമ ദേവാः, ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാः, സ്ഥിരൈരംഗൈസ്തുഷ്ടവംസस्तनूभिर्व्यसेम देवहितं यदायुः. स्वस्ति न इन्द्रो वृद्धश्रवाः, स्वस्ति न पूषा विश्ववेदाः, स्वस्ति नस्तार्क्ष्यो अरिष्टनेमि, स्वस्ति नो बृहस्पतिर्दधातु. ओम शांति शांति शांति. ओम